പോലീസ്. തനിക്ക് പിന്നിൽ പോലീസ് ഉള്ളതായി സംശയമുണ്ടെന്ന് ശിവ മതികരയോട് പറയുന്നു. മാണിക്യമംഗലം വീട്ടിൽ മഹാദേവൻ ഒറ്റപ്പെടുന്നു. കുട്ടിമണിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് കാവടി. കമ്പനിയുടെ തലപ്പത്ത് പുതിയൊരാളെ നിയമിക്കാൻ പോകുന്നതായി മതികലയ്ക്ക് സംശയം. സീതയെ തിരികെ സീതയുടെ വീട്ടിൽ കൊണ്ടുപോകണമെന്ന പൂക്കോടിയുടെ അഭിപ്രായത്തെ ബാലൻ എതിർക്കുന്നു. മതികലയെ കാണാൻ വയലോരം വീട്ടിലെത്തുന്ന പൈതൽ മേരിയിലും ഗീവർഗീസിലും രവിക്ക് സംശയം. മതികലയ്ക്കെതിരെ രവിയും മയിലും പോലീസിൽ പരാതി കൊടുക്കുന്നു. തനിക്കെതിരെ തിരിയുന്ന രവിയുടെ നീക്കങ്ങൾ ചന്ദ്രു ശ്രദ്ധിക്കുന്നു. കുഞ്ഞിമണി മരിച്ചുവെന്ന് കുട്ടിമണിയെ ബോധിപ്പിക്കുന്നതിനായി മനസ്സുജൻ കുഞ്ഞിമണി മരിച്ചതിന്റെ ചടങ്ങ് നടത്തുന്നു. കുട്ടിമണിയെ ആശ്വസിപ്പിക്കാൻ മനസ്സുജനും സീതയും ശ്രമിക്കുന്നു. കുഞ്ഞിമണി നരകത്തിൽ പോയി എന്ന് പറയുന്ന മതികലയെ കുട്ടിമണി ഉപദ്രവിക്കുന്നു. കുട്ടിമണിയുടെ കാര്യത്തിൽ സീതയുടെ നിലപാട് ബാലനിൽ സംശയമുണ്ടാക്കുന്നു. ശാരദയുടെ കൊലപാതകത്തെക്കുറിച്ച് തനിക്കറിയാവുന്ന കാര്യങ്ങൾ മനസ്സുജൻ CI അയ്യപ്പൻകുട്ടിയോട് പറയുന്നു. ഇതറിയുന്ന ചന്ദ്രു ഭീഷണിയുമായി മനസ്സുജന്റെ മുന്നിലെത്തുന്നു. തുടർന്ന് കാണുക. ഞാൻ മുഖത്ത് നോക്കി പറയാനുള്ളത് പറയും, കണ്ണി നോക്കി പറയും. കേറ്റാനുള്ള കത്തി നേരെ നിന്ന് സംസാരിച്ചുകൊണ്ട് വാരിയലിനിടയിൽ കൃത്യമായിട്ട് കയറ്റിയിരിക്കും. പിന്നെ നീ ഇപ്പോൾ ഒരു ഹായ് പറയാൻ ഇറങ്ങിയതല്ലേ, അപ്പൊ ഹായ് പറഞ്ഞിട്ട് നീ നിന്റെ പാട്ടിന് പോടെ. അങ്ങനെ വെറുതെ ഒരു ഹായ് പറയാൻ വന്നതല്ല ഞാൻ. അല്ല ബ്രോ, CI അയ്യപ്പൻകുട്ടിയെ കണ്ടിരുന്നു ഇരുവരും? ഞങ്ങൾ CI മാത്രമല്ല, DYSP കാണും, SP കാണും, DGP കാണും, ചിലപ്പോ ആഭ്യന്തര മന്ത്രിയെ വരെ കാണും. എടാ അത് ചോദിക്കും, നീ ആരാ? ഞാൻ ആരുമല്ല, പക്ഷേ കാര്യം ഞാൻ അറിഞ്ഞില്ലേ. പിച്ചളെ, ഇന്ന് രാവിലെ മുതൽ സംഭവിച്ചത് ഞാനൊന്ന് പറയട്ടെ. മനസ്സുജൻ വീട്ടിൽ നിന്ന് ഇറങ്ങും. പിച്ചള സ്വന്തം കൂടാരത്തിൽ നിന്ന് വരുന്ന വഴി പിച്ചള ഒരു ഹോട്ടലിൽ കയറുന്നു. 3 പൊറോട്ടയും 1 കടലക്കറിയും കഴിക്കുന്നു, 2 ചായയും. Am I correct? അവിടെ നിന്നിറങ്ങി ഒരു ഓട്ടോയിൽ കയറി. KL01H 1839. പിച്ചളയ്ക്ക് ഓട്ടോയുടെ നമ്പർ അറിയത്തില്ലായിരിക്കും, പക്ഷെ ചന്ദ്രുവിനറിയാം. നിങ്ങൾ തമ്മിൽ കാണുന്നു. മറ്റൊരു ഓട്ടോ പിടിക്കുന്നു. അയ്യപ്പൻകുട്ടി സാറിൻ്റെ വീട്ടിലെത്തുന്നു. കറക്റ്റ് അല്ലേ? നിങ്ങൾ അവിടെ ഒരു പോലീസുകാരനെ കാണുന്നു. അകത്തേക്ക് പോകുന്നു. അയ്യപ്പൻകുട്ടിക്ക് ചായ എടുത്തു കൊടുക്കുന്നു. കള്ളന്റെ കയ്യിൽ നിന്നും ചായ വാങ്ങിക്കുടിക്കുന്ന നല്ല സർക്കിൾ. നീ അപ്പൊ പുറകെ തന്നെ ഉണ്ടല്ലടാ? അതെ, പുറകെ ഉണ്ട്. 2 കാര്യങ്ങളാ മനസ്സിജ മനുഷ്യന്റെ പുറകെ നടക്കുന്നത്. ഒന്ന് നിഴൽ, മറ്റൊന്ന് മരണം. നിനക്ക് സ്വന്തമായിട്ട് നിഴലുണ്ടല്ലോ, അപ്പോ മരണം ഞാനാ. നിന്റെ പിന്നാലെ തന്നെയുണ്ട്. നിന്റെ മാത്രമല്ല, നിന്റെ കള്ളൻ ചങ്ങാതിയടി. കായംകുളം കൊച്ചുണ്ണി ഇത്തിക്കര പക്കിയും ചേർന്ന് ചന്ദ്രുവിനെ മതികലയൊക്കെ മലർത്തിയടിക്കാവുന്നു. നടക്കത്തില്ല മക്കളെ. അതുകൊണ്ടൊരു കാര്യം പറഞ്ഞേക്കാം. ഇന്നുവരെ മുന്നോട്ട് പോയത് ഞാൻ ക്ഷമിച്ചു. ഈ നിമിഷം വരെ ഈ സോഡ കുടിച്ച് തൊണ്ടക്കുഴിയിൽ നിന്ന് ഇറങ്ങുന്നത് വരെയുള്ള കാര്യങ്ങൾ ഞാൻ മറക്കുന്നു. പക്ഷേ ഇനി ഒരു സ്റ്റെപ്പ് മൂവ് ചെയ്യരുത്. ശാരദാമ്മ മർഡർ കേസ് അവരുടെ കുഴിമാടത്തിലൊടുങ്ങി. ഇനി അതും പൊക്കിപ്പിടിച്ച് മുന്നോട്ടിറങ്ങിയ നീ എന്ത് ചെയ്യണം പുല്ലേ? ഇതൊരു കവലയാ. ഒരുപാട് കണ്ണുകൾ ഇവിടെ നമ്മളെ കാണുന്നുണ്ട്. ധൈര്യം ഉണ്ടെങ്കിൽ, നീ ആണാണെങ്കിൽ മനസ്സിന്റെ ദേഹത്തൊന്ന് തൊട്ടു നോക്കിയടാ. നിന്നെ ഇവരുടെ മുമ്പിലിട്ട് തല്ലി ഞാൻ. നിനക്ക് കാണണോ? കവലയിൽ ദ്വന്ദ്വയുദ്ധത്തിനോ മല്ലയുദ്ധത്തിനോ ഒന്നും ഇറങ്ങുന്നവനല്ല ചന്ദ്രു. ചന്ദ്രുവിന്റെ മോഡസ് ഓപ്പറാൻഡി വേറെ. ഗുളികം വന്ന് കുറിച്ചിട്ട് പോകുന്നത് സർവനാശത്തിന്റെ സമയമാണ്. നീ മിടുക്കനാ, ധൈര്യശാലിയ, ബുദ്ധിയുള്ളവൻ. പക്ഷേ ആയുർരേഖയ്ക്ക് നീളം കുറവാണ്. തെരുവ് യുദ്ധത്തിനൊന്നും ചന്ദ്രു നിൽക്കത്തില്ല. നിനക്കറിയില്ല ചന്ദ്രുവിനെ. ബ്ലേഡ് കൊണ്ട് ശരീരം മുറിയുമ്പോൾ ശബ്ദം കേൾക്കാറില്ല. അതാണ് ചന്ദ്രു. ശബ്ദമില്ലാത്ത സർജിക്കൽ കട്ട്. നിന്റെ തുണയായി കൂടെ നടക്കുന്ന കള്ളൻ ചങ്ങാതിയുണ്ടല്ലോ, ദാ ഇവൻ, ഈ പിച്ചള. ഇവനെ വെട്ടിക്കീറി തുന്നിക്കെട്ടി ആംബുലൻസിൽ പൊതു ശ്മശാനത്തേക്ക് നീ തന്നെ കൊണ്ടുപോകും. അപ്പോ നീ അറിയും ചന്ദ്രുവിന്റെ റൂട്ട് എന്തായിരുന്നു. അപ്പോ പോട്ടെ ബ്രൂസ്. ക്ഷീണമുണ്ടെങ്കിൽ ഓരോ സോഡ കൂടെ കുടിച്ചോ.
ചന്ദ്രകുഞ്ഞിനൊരു കാപ്പി എടുക്കട്ടെ? ചന്ദ്രനും അല്ല, ഞാൻ എന്റെ വാത്സല്യം കൊണ്ട്. നിങ്ങളുടെ വാത്സല്യവും സോപ്പിടിയിലും ഒക്കെ നിങ്ങൾക്ക് പറ്റിയവരോട് മതി, എന്റെ അടുത്ത് എടുക്കരുത്. ഓ, ഞാൻ പണ്ടും കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് ചോദിച്ചു പോയതാ. അതുകൊണ്ട് ഒന്നുമില്ല. ചന്ദ്രവേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നോ? നിനക്കെന്താടി വട്ടായോ? നീ പറഞ്ഞിട്ടില്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത്? പിന്നെന്ത് ചോദ്യം ഞാനിവിടെ ഉണ്ടോന്ന്? അതല്ല, എന്നെക്കാളും മുമ്പേ ഇവിടെ എത്തിയോന്ന്. ചന്ദ്രു അങ്ങനെ എല്ലാരേക്കാട്ടിലും മുമ്പിലാ, അതറിയത്തില്ലേ? കുടിക്ക. നിനക്ക് കാപ്പി വേണോ? എനിക്ക് കാപ്പിയും വേണ്ട, ഒരു കുന്തവും വേണ്ട. ചന്ദ്രവേട്ടനോട് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, അതാ വന്നത്. എന്താ ചന്ദ്രവേട്ട, എന്താ ഇന്ന് നടന്നത്? ഇന്ന് ഞാൻ മനസ്സിനൊരു വാണിംഗ് കൊടുത്തു. അവന്റെ കൂടെ നടക്കുന്നിടത്തുണ്ടല്ലോ, എന്താ അവന്റെ പേര്? പിച്ചള. അവൻ തന്നെ. രണ്ടിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ശാരദാമ്മ മർഡർ കേസിന്റെ അന്വേഷണം പൂട്ടിക്കെട്ടി വെച്ചിട്ട് അവന്റെ കാര്യം നോക്കണമെന്ന്. എന്നിട്ട് എന്തു പറഞ്ഞു? അവര് മുന്നോട്ട് പോകുന്നു തന്നെ പറഞ്ഞു. നോക്കട്ടെ എവിടെ വരെ പോകുന്നു, അതറിഞ്ഞിട്ട് ബാക്കി. വണ്ടി കയറ്റി ഇറക്കി അരച്ച് കളയാമായിരുന്നില്ലേ രണ്ടിനെയും? നാശങ്ങള്. അവന്മാര് രണ്ടും ചേർന്നാ മൊത്തം കാര്യങ്ങളും ചെയ്യുന്നത്. നമ്മൾ കരുതുന്ന പോലൊന്നും അല്ല ചന്ദ്രുവേട്ട. ഡിപ്പാർട്ട്മെന്റിൽ ഒരു നല്ല പിടി പിടിച്ചില്ലെങ്കിൽ നമ്മൾ തീർന്നു പോകും. എവിടെയെങ്കിലും ഒരു കുടുക്ക് വീണാലേ അത് സെൻസേഷണലായി പൊക്കിക്കൊണ്ട് നടക്കാൻ ഇവിടുത്തെ മീഡിയാസും കാണും. നമ്മൾ ഉദ്ദേശിക്കുന്നിടത്ത് ഒന്നും നിൽക്കത്തില്ല. നീ പേടിക്കണ്ടടി, എന്തു വേണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ശിവയെ ഞാൻ വിളിച്ചു വരുത്തിയിട്ടുണ്ട്, അവൻ ഇപ്പൊ ഇങ്ങെത്തും. അതവനാ ശിവ. ബെല്ലടിച്ചത് കേട്ടില്ലേ? പോയി വാതിൽ തുറക്ക അങ്ങോട്ട്. മതി. വാ വാ. ശിവ ചന്ദ്രുവിന്റെ എല്ലാ ടെൻഷനും തീർക്കാനായിട്ട് വന്നിരിക്കുക. എന്റെ മാത്രമല്ല, എന്റെ മതികലായിട്ട്. ഞാൻ പറഞ്ഞു തന്ന ആ സ്ട്രാറ്റജി എങ്ങനെയുണ്ട് ശിവ? നല്ലതാ, പക്ഷെങ്കില് ഞാനത് ചെയ്യുകയും ചെയ്യാം. ചന്ദ്രുഭായി പറയുന്ന പോലെ ഞാൻ അനുസരിക്കാം, പക്ഷെ എന്നെ കൈവിടരുത്. നിനക്കങ്ങനെ തോന്നിയോ ഞാൻ അങ്ങനെ കൈവിട്ട് കളയുന്ന ആളാണെന്ന്? കൂടെ നിൽക്കുന്നവരെ ചേർത്ത് പിടിക്കുന്ന ആളാണ് ചന്ദ്രു. അതാണ് എന്റെ രീതി. നീ ധൈര്യമായിട്ട് ഞാൻ പറയുന്ന അനുസരിക്കുക. എന്താ ചന്ദ്രുവേട്ടാ? അതെ, അത് കൊള്ളാൻ ചന്ദ്രു. ഈ കളിയിൽ അവര് വീഴും. വീണ്ടും വയലോരം വീട്ടുകാർക്ക് നമ്മുടെ വക ഒരടി കൂടി. അതോടെ തകർന്ന് തരിപ്പണമാകും. അതെ, തകർന്ന് തരിപ്പണമാവണം. എന്നിട്ട് ആ പൂഴിവാരി ചന്ദ്രൂതി പറപ്പിക്കും. ശിവ നീ കൂടെ നിന്നാ മതി, ബാക്കി ഞാൻ ഏറ്റു. ഞാൻ ഏറ്റുപായി, പക്ഷേ എന്നെ കൈവിട്ട് കളയരുത്. ഞാനിങ്ങനെ ചേർത്ത് പിടിക്കുകയല്ലേ, എന്നോടിങ്ങനെ ചേർത്ത് പിടിക്കുകയല്ലേ ശിവ? ഇതെവിടുന്നാ? ഇവിടുത്തെ പറമ്പിന്നാണോ? ഇവിടുത്തെ അല്ല, അപ്പുറത്തെ വക്കച്ചൻ സാറിന്റെ പറമ്പിന്നാ. അവര് കൊണ്ടുതന്നതാ. എന്നിട്ട് എനിക്ക് തന്നില്ലല്ലോ. അതെനിക്കറിയത്തില്ല, നീ അവരോട് പോയി ചോദിക്ക്. അല്ലെങ്കിൽ ദേ ഇതിന്റെ പകുതി എടുത്തോണ്ട് പോ. അതല്ലെങ്കിൽ ഞാൻ എടുത്തോണ്ട് പോവും. തേൻവരിക്കയല്ലേ, ഞാൻ കൊണ്ടുപോയി കുറച്ചുകൂടെ പഴുപ്പിച്ചെടുക്കാം, അല്ലെങ്കിൽ പുളിപ്പിച്ചെടുക്കാം. എന്തെങ്കിലും ചെയ്യേ. വല്യണ്ണന് വലിയ ഇഷ്ടമാ ചക്ക പുഴുങ്ങുന്നത്, അതുകൊണ്ടാ രാവിലെ ഇതും കൊണ്ടങ്ങ് ഇരുന്നത്. ആ പിന്നെ എന്നാ വനജാമേ സീതയുടെ കൊച്ചിന്റെ പേരിടിയില്? ഏതാണ്ട് ദിവസമെത്തി കാണുമല്ലോ. 8-10 ദിവസം കൂടിയുണ്ട്. വലിയ ആഘോഷമായിട്ട് നടത്താനാണോ അതോ ചടങ്ങിന് അവർ ഇങ്ങോട്ട് വന്ന് ഇവിടെ വെച്ച് നടത്താനാണോ പ്ലാൻ? ഇവിടെ വെച്ച് നടത്താനൊന്നും പറ്റത്തില്ല, എല്ലാവരും കൂടി അങ്ങോട്ട് ചെല്ലണം. അത് അത്ര നല്ല ഇടപാടല്ലല്ലോ. കടിഞ്ഞൂൽ പേരല്ലേ, അപ്പൊ ഇവിടെ വെച്ചല്ലേ പേരിടിയിൽ നടത്തേണ്ടത്. അതെന്താ ബാലന് ഇങ്ങനത്തെ ഒരു മുരട് സ്വഭാവം?
സീത ഇങ്ങോട്ട് വരാൻ പേടിക്കുന്ന എന്തിനാ? ഓരോരുത്തർക്കും അവരുടെ ഇഷ്ടമല്ലേ. ബാലൻ അവിടെ നിൽക്കുന്ന ഇഷ്ടം. അതെ, നാട്ടുകാരടക്കം പറയുന്നൊരു കാര്യമുണ്ട് കേട്ടോ. ബാലൻ സീത ഇങ്ങോട്ട് വിടാത്തതേ എന്തുകൊണ്ടാണെന്നറിയാവോ? എന്താ? അത് പിന്നെ ഇവിടുത്തെ നകുലനുമായി സീതയ്ക്ക് ഏതാണ്ട് ഇടപാടുണ്ടായിരുന്നെന്ന്. ബാലൻ അറിഞ്ഞെന്നോ കേട്ടെന്നോ ഒക്കെ പറയുന്ന കേട്ടു. പക്ഷെ എനിക്കറിയാം സീത അങ്ങനത്തെ സ്വഭാവമുള്ള കൊച്ചൊന്നും അല്ലെന്ന്. അല്ല വനജാമേ, കൊച്ചുനാള് തൊട്ട് കളിച്ചു വളർന്ന പിള്ളേരല്ലേ, അറിയാതിനി അവരുടെ മനസ്സിൽ അങ്ങനെ വല്ല സംഭവം ഉണ്ടായിരുന്നോ? ആ, ഉണ്ടായിരുന്നു. അതിന്റെ വിശദമായ കാര്യങ്ങൾ ഒരു നോട്ട്ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഞാൻ തങ്കത്തിന് തരാം, വീട്ടിൽ കൊണ്ടുപോയി വായിക്കാനായിട്ട്. അല്ല വച്ചേട്ടാ, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. ഈ ചക്ക ഇരക്കെടുത്ത് നിങ്ങളുടെ വായിൽ ഒട്ടിച്ചു വയ്ക്കാ വേണ്ടത്. ഇത്തരം കുനിഷ്ടു പിടിച്ച കാര്യങ്ങൾ ചോദിക്കുന്നതിന് നാണമില്ലേ നിങ്ങൾക്ക്? ഒരു പെണ്ണിന്റെ തള്ളയുടെ മുഖത്ത് നോക്കി മോക്ക് വേറെ എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് ചോദിക്കാനായിട്ട് നിങ്ങൾക്കും ഇല്ലേ പെൺപിള്ളേര്? അല്ല വച്ചേട്ടാ, ഞാൻ അങ്ങനെ വിശ്വസിച്ചിട്ട് ചോദിച്ചൊന്നും അല്ല. വിവരം കേട്ട ചില നാട്ടുകാർ പറയുന്നു എന്ന് പറഞ്ഞതാ. വിവരം കേട്ട നാട്ടുകാർ ഇതിപ്പോ ഞങ്ങളുടെ മുമ്പിൽ വെച്ചല്ലേ പറഞ്ഞത്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അറിയിക്കാം. അയ്യോ, ഞാനൊന്നും പറയുന്നില്ലേ. അല്ല വനജാമേ, സ്വർണ്ണമൊക്കെ എടുത്തോ കൊച്ചിനുള്ളത്? അതെങ്ങനാ? ഞാൻ തൂമ്പ എടുത്തോട്ട് പറമ്പിലോട്ട് ഇറങ്ങുക. അവിടെ സ്വർണം കുഴിച്ചെടുക്കുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ കുഴിച്ചാൽ മതി. അവിടുന്ന് കിട്ടും സ്വർണം. ഞാനൊന്നും ചോദിക്കുന്നില്ലേ. എന്നാ ചോദിച്ചാലും എപ്പോഴും ഒരുമാതിരി ചതുർത്ഥി കാണുന്ന പോലെയാ കൊച്ചേട്ടൻ എന്നെ കാണുന്നേ. ഞാനിതെടുത്തേ. കൊണ്ടുപോയിക്കോ. ഇത് മതിയോ അതോ ഒരു മുറി കൂടെ വേണോ? വേണ്ട. എന്താ വല്യണ്ണ ഒരു വിഷമം പോലെ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആ, പ്രശ്നമുണ്ട്. അയ്യോ, എന്നതാ? പറയാം. നീ കുടിക്കാൻ വെള്ളം കൊടുത്തോണ്ട് അപ്പുറത്തേക്ക് വാ, ഞാൻ മുറ്റത്ത് കാണും. നിന്നെ മാറ്റി പുതിയൊരെണ്ണം അങ്ങ് വാങ്ങിച്ചിട്ടേ ഉള്ളൂ. അത് നിന്നോടുള്ള വഴക്കൊണ്ടൊന്നുമല്ല. മണ്ണിനൊക്കെ ഇപ്പം മനുഷ്യൻ്റെ മനസ്സിൻ്റെ കടുപ്പമാണ്. വെട്ടിയിട്ടും ഉറച്ചു തന്നെ കിടക്കുക. വല്യണ്ണൻ ഇത് ആരോടാ ഈ സംസാരിക്കുന്നത്? ഇതിനോട്. വല്യണ്ണന് വർത്താനം പറയാൻ ആരെങ്കിലും മതിയല്ലോ. എന്നതാ കാര്യം? ഏതാണ്ട് വിഷമത്തിലാണെന്ന് പറഞ്ഞല്ലോ. ഓ, അരുന്ധതി വീട്ടിലുണ്ട്. പോയില്ലല്ലേ? പോയില്ല. കെട്ടിയമ്മന്ന് വിളിച്ചുമില്ല, അവളായിട്ട് പോയിട്ടുമില്ല. ഇപ്പൊ അമ്മയും മോളും എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. കുറച്ച് സ്ത്രീധന ബാക്കി കൊടുക്കാനുണ്ടല്ലോ, അത് കൊടുക്കാത്തതിന്റെ പേരിൽ. എന്ത് ചെയ്യും വല്യണ്ണ? ആ, എന്നാ ചെയ്യാനാ? ഞാൻ ഈ തൂമ്പയും കൊണ്ട് മണ്ണ് കിളച്ചാൽ നോട്ട് കെട്ട് കിട്ടത്തില്ല. എന്നാലാവുന്നതൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. കെട്ടിയ പെണ്ണിന് സ്വന്തം എല്ലുറപ്പ് കൊണ്ട് ചെലവിന് കൊടുക്കണം ആണുങ്ങൾ. അല്ലാതെ അവരുടെ വീട്ടിൽ നിന്ന് എന്ത് കിട്ടുമെന്ന് നോക്കിയിരിക്കരുത്. എന്നാലും കല്യാണത്തിന് മുമ്പേ വാക്ക് പറഞ്ഞത് കൊടുക്കണ്ടേ വല്യണ്ണ? ആ, വേണം. നകുലൻ പല വഴിക്ക് ശ്രമിക്കുന്നുണ്ട്. ശകുന്തളയുടെ ധാരണ ഞാൻ എൻ്റെ സമ്പാദ്യമെല്ലാം നിനക്കും സീതക്കൊച്ചിനും തന്നെന്നാ. നാത്തൂൻ അങ്ങനെ ചിന്തിക്കുന്നതിന് കുറ്റം പറയാൻ പറ്റുമോ വല്യണ്ണ? വല്യണ്ണ ഞങ്ങൾക്കു വേണ്ടി, വിധവയായ പെങ്ങൾക്കും മോക്കും വേണ്ടി ഒരു കാവൽപ്പട്ടിയുടെ റോൾ ഏറ്റെടുത്തു എന്നല്ലാതെ പൂക്കോടി രാഘവൻ ആർക്കെന്ത് സമ്പാദ്യം തന്നു? ആദ്യമുണ്ടാക്കിയ സമ്പാദ്യമെല്ലാം കള്ളുഷാപ്പിൽ കൊടുത്തു. പിന്നെ അതിൻ്റെ ബാക്കി ആശുപത്രിയിലും കൊടുത്തു. നമ്മുടെ അകത്ത് കിടക്കുന്ന കരളും കുടലും ഒക്കെ നമുക്കിട്ട് തന്നെ പണിയെന്ന നന്ദിയില്ലാത്ത വർഗങ്ങളാ. വല്യണ്ണൻ തമാശകളാ. ഇനിയിപ്പോ അരുന്ധതിയുടെ കാര്യത്തിൽ എന്തു ചെയ്യും? അത് പറയ്. സഹകരണ ബാങ്കിൽ നിന്ന് ഒരു ലോണ് നോക്കുന്നുണ്ട്, കിട്ടട്ടെ. അതുവരെ വീട്ടിൽ നിൽക്കട്ടെ. മാസികയും വായിച്ച് ടിവിയും കണ്ടിരുന്നാൽ മതിയല്ലോ. ഭർത്താവിൻ്റെ വീട്ടിലും അത് തന്നെ പണി. എന്നാലും ഞാനിപ്പോൾ എന്നാ ചെയ്യാനാ വനജേ? ഞാനൊരു സാധാരണ കൃഷിക്കാരനാ. മണ്ണിൽ കിളച്ചോണ്ടിരുന്നവരെല്ലാം ഇപ്പം സ്വന്തം കുഴിയെടുത്തോണ്ടിരിക്കുക. അതാ കർഷകന്റെ അവസ്ഥ. ശകുന്തളയും അരുന്ധതിയും ഇങ്ങോട്ട് വരുന്നുണ്ട്. വരട്ടെ. എത്ര നാളായി കണ്ടിട്ട്? എനിക്ക് പക്ഷെ അതിൽ വലിയ താല്പര്യമില്ല. അതെന്താ വല്യണ്ണ? നിനക്കറിയാമല്ലോ രണ്ടിൻ്റെ സ്വഭാവം.
ലോക സമാധാന സമ്മേളനം നടക്കുന്ന ഹാളിന്റെ പുറത്തുകൂടി രണ്ടുപേരും ബസ്സിൽ പോയാൽ മതി, അവിടെ കൂട്ടയടി നടക്കും. അതല്ലേ സ്വഭാവം. എന്തെങ്കിലുമൊക്കെ പറയൂന്നേ ഉള്ളൂ വല്യണ്ണ. പാവങ്ങളാ രണ്ടും. അതെ, മുതല വിഴുങ്ങുന്നേ ഉള്ളൂ. ആള് പാവമാ. കണ്ടിട്ടില്ലേ എപ്പോഴും കരഞ്ഞുകൊണ്ട് കിടക്കുന്നത്. ആ വരട്ടെ. വല്യണ്ണൻ ഈ വെയിലും പിടിച്ച് ഇനിയും കളിക്കാൻ പോവാണോ? ദേ, സൂര്യാഘാതം സൂക്ഷിക്കണോന്ന് പത്രത്തിലുണ്ടായിരുന്നേ. പിന്നെ സൂര്യാഘാതം ഭാര്യാഘാതത്തെക്കാൾ വലുതൊന്നും അല്ലല്ലോ സൂര്യാഘാതം. അല്ല പിന്നെ. ഇവിടുത്തെ എവിടെ പോയി കിടക്കുവാണോ? ഓ, ഒന്ന് നിപ്പുണ്ടോ കുറ്റിയിടിച്ച്? ആ, നീ പൊയ്ക്കോ. മതിയൊന്നും അവിടെ നിന്നേ. എന്താ നിങ്ങളെന്താ എന്നെ തടഞ്ഞു നിർത്തുന്നത്? ഓ, ചേട്ടൻ ചേട്ടത്തെ തടയുന്നത് പോലെ അനുകരിച്ച് നോക്കുവാണോ? ആരെയും അനുകരിക്കേണ്ട കാര്യം എനിക്കില്ല. നീ എവിടെ പോയതാ? ആ, അത് കൊള്ളാം. നിങ്ങളുടെ ചോദ്യം കേട്ടാ തോന്നുമല്ലോ ഞാൻ ആദ്യമായിട്ടാ പുറത്തു പോകുന്നതെന്ന്. നീ ആദ്യമായിട്ട് പോയതാണോന്നല്ല ഞാൻ ചോദിച്ചത്. ഇന്നത്തെ പുറത്തുപോക്ക് അവസാനത്തേതാവരുത്. അതുകൊണ്ട് മര്യാദയ്ക്ക് നീ ഉത്തരം പറ. നീ എവിടെ പോയതായിരുന്നു? നിങ്ങൾക്കിത് എന്താ കുഴപ്പം? ഓരോ സമയത്തും ഓരോ സ്വഭാവം. ഞാൻ എന്റെ വീട്ടിൽ പോയതാ. എന്തായിരുന്നു നിന്റെ വീട്ടിൽ ഇത്ര അത്യാവശ്യം? അത്യാവശ്യത്തിന് മാത്രമേ എന്റെ വീട്ടിൽ പോവുള്ളൂ. എനിക്ക് പോണോന്ന് തോന്നി ഞാൻ പോയി. അങ്ങനെയൊക്കെ അങ്ങ് പോവാൻ പറ്റുമോ? നീ ഇന്ന് വരെ നിന്റെ വീട്ടിൽ പോകുന്നതിന് ഞാൻ എതിര് പറഞ്ഞിട്ടില്ല. നീ പോകുന്നത് മറ്റുള്ളവരുടെ സങ്കടങ്ങളും ദുഃഖങ്ങളും ആഘോഷിക്കാനാണ്. നീ ശത്രുവായിട്ട് നിർത്തിയിരിക്കുന്നവർക്കെതിരെ പുതിയ തന്ത്രങ്ങൾ മെനയുവാനാണെന്നൊക്കെ എനിക്കറിയാം. എന്നിട്ട് നിന്റെ അമ്മയുമായിട്ട് ചർച്ച ചെയ്ത് ഏതെങ്കിലും പാവങ്ങളുടെ കണ്ണീർ വീഴ്ത്തും. നിങ്ങൾ ആരാ? പാവങ്ങളുടെ പടത്തലവനോ? എനിക്കെതിരെ നിൽക്കുന്നവർക്കെതിരെ ഞാൻ സംസാരിക്കും. അമ്മ മാത്രമല്ലല്ലോ. പിന്നാരാ? ഓ, നിങ്ങളുടെ സൂക്കേട് എനിക്ക് മനസ്സിലായി. നിങ്ങക്ക് ചന്ദ്രുവേട്ടനോടുള്ള അസൂയ. എനിക്കാരോടും അസൂയൊന്നുമില്ല. അതെനിക്ക് മനസ്സിലാവും. നിങ്ങക്ക് അസൂയ. കാരണം നിങ്ങളെ അങ്ങേരെ തമ്മിൽ തട്ടിച്ചു നോക്കുമ്പോ ബിഗ് സീറോ. അയ്യോ, അല്ലല്ലല്ല, സീറോ അല്ല, മൈനസാ നിങ്ങൾ. നിർത്തടി. അവനെ നൂലിക്കെട്ടി ഇറക്കിയതാണോ മോളി നിങ്ങോട്ട്? അല്ലല്ലോ. മുറച്ചെറുക്കന്റെ മാഹാത്മ്യം വർണ്ണിക്കുന്നു. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് മറ്റുള്ള പുരുഷന്മാരുമായി എന്നെ താരതമ്യം ചെയ്ത് സംസാരിക്കരുതെന്ന്. ആരാ ഇപ്പൊ സംസാരത്തിന് വന്നത്? വീട്ടിൽ പോയിട്ട് വന്ന എന്നെ മുറ്റത്ത് തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്തിട്ട് ഒച്ചെടുക്കുന്നു. എന്നോട് പറഞ്ഞിട്ട് വേണമായിരുന്നു നീ ഇവിടുന്ന് പോവാൻ. അത്തരം പതിവുകളൊന്നും നമുക്കിടയിൽ ഇല്ലല്ലോ. ഇല്ലെങ്കിലേ ഇനി അങ്ങനത്തെ പതിവ് ഉണ്ടാക്കണം. ഞാൻ ഇവിടെ വന്ന് ഭക്ഷണം എടുത്തു തരാൻ പോലും ആളില്ലാതെ വിശന്ന് പറഞ്ഞു നിൽക്കണം അല്ലേ? ഞാനെടുത്ത് തന്നിട്ടാണോ നിങ്ങൾ കഴിക്കാൻ? നിങ്ങൾക്കെടുത്ത് കഴിച്ചാലെന്താ? അതാണോടി മര്യാദ? നിങ്ങൾ എന്നെ മര്യാദ പഠിപ്പിക്കാൻ നിൽക്കുവാണോ? എന്നാ പിന്നെ ഒരു വടിയും എടുത്തോണ്ട് വാ, നമുക്ക് സാറും കുട്ടിയും കളിക്കാം. നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ വല്ലതും നടന്നിട്ടുണ്ടോ മനുഷ്യ? പിന്നെ എനിക്ക് തോന്നിയാ ഞാൻ ഒരു കാപ്പി എടുത്തു തരും, തോന്നിയാ ഭക്ഷണം വിളമ്പി തരും. അതായിരുന്നു എന്റെ ഇതുവരെയുള്ള രീതി. ഇനിയും ആ രീതിയിൽ അങ്ങ് ജീവിച്ചാ മതി. അല്ലാതെ പൂമുഖവാതുക്കലെ പൂന്തിങ്കളായിട്ട് വന്ന് നിൽക്കാനൊന്നും മതികലെ കിട്ടത്തില്ല. എനിക്ക് എന്റെ കാര്യമാണ് മുഖ്യം, ബാക്കിയൊക്കെ അത് കഴിഞ്ഞിട്ട്. എന്നാലേ ആ തീരുമാനത്തിന് ചിന്തയ്ക്കൊക്കെ മാറ്റം വരുത്തിക്കോ. അതെന്താ മാറ്റം വരുത്തിക്കോന്ന് ഒരാജ്ഞ? ഞാനേ കുറച്ചുകൂടെ അങ്ങ് മാറി തുടങ്ങും. പിന്നെ അറിഞ്ഞില്ല പറഞ്ഞില്ല എന്നൊന്നും പറയരുത്. പിന്നെ മാണിക്യമംഗലത്തേക്ക് അടിക്കടിക്കുള്ള വിസിറ്റ് നീ അങ്ങ് നിർത്തിക്കോ. നിങ്ങക്ക് നാണമില്ലേ മനുഷ്യ എന്നെ സംശയിക്കാൻ? ഞാനേ ഇതുവരെ സംശയിച്ചു തുടങ്ങിയിട്ടില്ല. പിന്നെ സംശയിച്ചു തുടങ്ങിയ നിനക്ക് സ്വസ്ഥത കാണത്തില്ല. അത് ഓർത്തോ. എന്തായാലും ഞാൻ എന്റെ വീട്ടിൽ പോവും. പോണോന്ന് തോന്നുമ്പം പോവും. എനിക്ക് ചന്ദ്രവേട്ടനെ കാണണമെങ്കിൽ കാണും, അങ്ങേർക്ക് എന്നെ കാണണമെങ്കിൽ എന്നെയും കാണും. അത് നിങ്ങളുടെ മനസ്സിലിട്ട് ഊതി പെരുപ്പിച്ച് പുതിയ കഥയാക്കാനും
എനിക്കെതിരെ CID പണിക്കും നിക്കണ്ട. അതായിരിക്കും നമ്മൾ തമ്മിൽ മുമ്പോട്ട് പോകുന്നെങ്കിൽ നല്ലത്. നീ ഒന്ന് അവിടെ നിന്നേ. ഇതുവരെ പറഞ്ഞതുപോലെ അല്ല. മാണിക്യമംഗലത്ത് നിന്റെ സ്ഥിരം സന്ദർശനം എനിക്കിഷ്ടമല്ല. എനിക്കിഷ്ടമല്ലാത്തത് എന്റെ ഭാര്യ ചെയ്യാനും പാടില്ല. ആലോചിക്കാം, എന്നിട്ട് അറിയിക്കാം. കുട്ടു, കുട്ടു, ദേ ഇങ്ങോട്ട് നോക്കി. ദേ കിങ്ങിണി ആകെ പിണങ്ങിയിരിക്കുക. കുട്ടു ഇവിടെ ശ്രദ്ധിക്കുന്നില്ല എന്ന് പറഞ്ഞു. കുട്ടു ഇങ്ങോട്ട് നോക്കൂ. കുട്ടു, അയ്യോ അങ്ങനെ പറയരുത്. കുട്ടിമണിക്ക് മനസ്സിനെ കാണണ്ടേ? മനസ്സിന് കുട്ടിമണി അല്ലാതെ പിന്നെ വേറെ ആരാ ഉള്ളത്? കുട്ടു ഇങ്ങനെ ഷാഠ്യം പിടിക്കില്ലേ കുട്ടു. ഞാൻ എന്ത് ചെയ്യും? കുട്ടു പറ. ദേ ഇങ്ങോട്ട് നോക്കി. നമുക്ക് രണ്ടുപേർക്കും കൂടി കിങ്ങിണിപ്പാവയെ ഒരുക്കാം. മുടിയൊക്കെ രണ്ടായിട്ട് പിന്നിക്കെട്ടി നല്ല ചുവന്നൊരു പൊട്ടൊക്കെ കുത്തി നമുക്ക് ഒരുക്കി കിടത്താം. കുഴിച്ചിട്ടാ മതി. എന്റെ കുഞ്ഞോനെ കുഴിച്ചിട്ടാ മതി. കുട്ടു, കുട്ടു ഇവിടെ ഇരിക്കും. മനസ്സിനെ ഒരു നല്ല കഥ പറഞ്ഞുതരാം. കുട്ടു ഇങ്ങനെ ഷാഠ്യം പിടിക്കില്ലേ? ഒരു കാര്യം ചെയ്യാം. മനസ്സിൻ പോയി കുട്ടുവിന് കഴിക്കാൻ എന്തെങ്കിലും എടുത്തോണ്ട് വരാം. കുട്ടുവിന് വിശക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. വിശപ്പ് മാറുമ്പോ കുട്ടുവിന്റെ ദേഷ്യവും മാറും. ആരോടും കൂട്ടില്ല, കുഞ്ഞോനും കൂട്ടില്ല. അമ്മയോട് പെനങ്ങ് പോരല്ലേ, ഞാനും പെനക്കോ കൂട്ടില്ല. ഒരിക്കലും കൂട്ടില്ല, ഒരിക്കലും. നോക്കിയോ കൂട്ടില്ല കുഞ്ഞോന്. എനിക്ക് മിന്നണ്ട് കാണാൻ പറ്റും. കുട്ടു നോക്കി, ഇത്തിരി കഴിച്ചേ. മനസ്സിനെ നുള്ളി നുള്ളി തരാം. എന്നിട്ട് ഒരു കഥയും പറയാം. ഞാനിപ്പോ കഴിച്ചാ എന്റെ കുഞ്ഞോനിക്ക് കിട്ടുവോ? കുട്ടു കിട്ടുവോന്ന്, എന്റെ കുഞ്ഞു വരച്ച് കിട്ടുവോന്ന്. ഞാൻ ഭക്ഷണം കഴിച്ച എന്റെ കുഞ്ഞു വരച്ച് കിട്ടുവോന്ന്. കുഞ്ഞുമണി പോയില്ലേ കുട്ടു? നമ്മുടെ അടുത്തുനിന്ന് കുഞ്ഞുമണി ദൈവം കൊണ്ടുപോയില്ലേ? എന്നാ പിന്നെ എരിച്ചു വേണ്ടാന്ന് പറഞ്ഞില്ലേ? കുട്ടു ഒരിത്തിരി വേണ്ടാന്ന് പറഞ്ഞില്ലേ? എന്താ സിജ? അത് ഒന്നുമില്ല ബാലേട്ടാ. കുട്ടുവിന് ഭക്ഷണം കൊണ്ടുവന്നതാ. എന്റെ കയ്യിൽ നിന്ന് പ്ലേറ്റ് അങ്ങ് താഴെ പോയി. അത്രേ ഉള്ളോ? അതിനെന്താ? അതിനാണ് കുട്ടിമണി പിണങ്ങിയിരിക്കുന്നേ. വല്യേച്ചി ഇപ്പൊ പോയി എടുത്തോണ്ട് വരാം കേട്ടോ. വേണ്ട. അയ്യോ അതെന്താ? ഭക്ഷണത്തോട് പിണങ്ങല്ലേ സീതേ. കുഞ്ഞാവിയെ കുട്ടിമണിയെ കാണിച്ചേ. കുട്ടിമണി മോളെ നോക്കിയേ, കുഞ്ഞാവെ നോക്കിയേ. ദേ കുട്ടിമണി നോക്കുന്നു കുഞ്ഞാവ, ചിരിക്കുന്നു. കുട്ടിമണി കുഞ്ഞാവയുടെ ആരാന്നറിയാവോ? എനിക്കറിയത്തില്ല.
ഇങ്ങോട്ട് നോക്കുമോളെ. നോക്കണില്ല. കുട്ടു ദേ കുഞ്ഞാവെ കാണാനാ. അതൊക്കെ കുട്ടിമണി നോക്കിക്കോളും. ദേ കുട്ടിമണി നോക്കി കിടക്കല്ലേ സുന്ദരി കുട്ടി. ദേ മോളെ മോളെ കുട്ടിമണി. കുട്ടിമണി കുഞ്ഞാവയുടെ ആരാണെന്ന് അറിയാമോ? കുട്ടിമണി കുഞ്ഞാവയുടെ അപ്പച്ചിയാ, അപ്പച്ചി അമ്മ. അങ്ങനെ കുട്ടിമണി അപ്പച്ചിയമ്മയായി. എനിക്ക് വയ്യ. ആ ഇവിടുത്തെ അപ്പച്ചിയപ്പനും അപ്പച്ചിയമ്മയും പോയപ്പോ പുതിയൊരു അപ്പച്ചിയപ്പനും പുതിയൊരു അപ്പച്ചിയമ്മയും ഉണ്ടായല്ലോ. കുട്ടു അങ്ങനെ കുട്ടിമണി അപ്പച്ചിയമ്മ. അപ്പോ മനസ്സിന് അപ്പച്ചി കുട്ടു എന്ന് വിളിക്കട്ടെ? എന്നെ ഒന്നും വിളിച്ചണ്ട, എനിക്ക് ഇഷ്ടമല്ല. അയ്യോ അങ്ങനെ പറയല്ലേ. കുട്ടിമണി അല്ലാതെ വേറെ ആരെയാ കുഞ്ഞാവ അപ്പച്ചിന്ന് വിളിക്കുന്നത്? ദേ പാവം കുട്ടിമണിയെ നോക്കൊണ്ട് കിടക്കുക കണ്ടോ? അയ്യോ മോളെ അങ്ങനെ പറയല്ലേ. കുട്ടിമണിക്ക് ഇഷ്ടമല്ലേ കുഞ്ഞാവേ? നോക്ക് നോക്കൂ കുട്ടു, മനസ്സിനല്ലേ പറയുന്നത്. വേണമെങ്കിൽ വല്യേച്ചി കുട്ടിമണിയുടെ കയ്യിലേക്ക് വെച്ചു തരും കുഞ്ഞാവേ. ദേ നോക്കിയേ, ദേ നോക്ക് കുഞ്ഞാവ ചിരിക്കുവാ. കുട്ടു മോളെ മോളെ കുട്ടിമണി അത് സീതയെടുത്തി ബാലേട്ട. കുട്ടിമണിയുടെ മനസ്സ് ഇപ്പൊ അത്ര ശാന്തമല്ല, അതുകൊണ്ടാ. നമുക്ക് കുഞ്ഞാവയെ പിന്നെ കാണിക്കാം. വാസിതേ കുട്ടിമണി ഇത്ര നേരം കിടക്കട്ടെ. കുട്ടു എന്താ കുട്ടു? എന്തിനാ കുഞ്ഞുവാവയെ കണ്ടപ്പോ ദേഷ്യപ്പെട്ടത്? എന്തിനാ കുട്ടുന് ദേഷ്യം വരുന്നേ? അതെന്തിനാ കുട്ടു? എന്തിനാ ദേഷ്യം? അയ്യോ അങ്ങനെ പറയല്ലേ. കുട്ടിമണിക്ക് എല്ലാരും ഇഷ്ടമല്ലേ? എന്റെ കുട്ടുവിനെ കുഞ്ഞുങ്ങൾ ഒരുപാട് ഇഷ്ടമല്ലായിരുന്നോ? അയ്യോ അങ്ങനെ പറയല്ലേ. കുട്ടിമണി രാജകുമാരിയല്ലേ? രാജകുമാരി എല്ലാ കുഞ്ഞുങ്ങളെ ഒരുപോലെ കാണണ്ടേ, ഒരുപോലെ സ്നേഹിക്കണ്ടേ? കുട്ടു ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്, മനസ്സിൽ പറയുന്നൊന്ന് മനസ്സിലാക്ക്. കേക്കണം, മനസ്സിൽ പറയുന്നതെല്ലാം കുട്ടു കേൾക്കണം. കുട്ടു അല്ലാതെ ആരാ മനസ്സിൽ പറയുന്നത് കേൾക്കാൻ? ദേ നോക്കിക്കേ കുട്ടു, കുഞ്ഞുമണി പോയതിൽ കുട്ടുവിന് മാത്രമാണോ സങ്കടം? മനസ്സിനില്ലേ സങ്കടം? ദേ നോക്ക് കുട്ടു, നോക്ക്. മനസ്സിന്റെ ഈ നെഞ്ചിന് നിറയെ സങ്കടമാ. കുഞ്ഞുമണി പോയതിന്റെ സങ്കടം. പിന്നെ എന്റെ കുട്ടിമണിയുടെ ഈ കണ്ണുകൾ നിറയുന്നത് കാണുമ്പോഴുള്ള സങ്കടം. പൊന്നുകുട്ടു ഈ കരച്ചിലൊന്ന് നിർത്ത്. മനസ്സിൽ പറയുന്നത് ഉൾക്കൊള്ളണം, മനസ്സിലാക്കണം. കുട്ടു, നമ്മുടെ കുഞ്ഞുമണി ദൈവത്തിന്റെ അടുത്തുണ്ട്. ദൈവത്തിന്റെ മടിയിലിരുന്ന് കൊച്ചു കണ്ണുകൾ തുറന്ന് അവൾ നമ്മളെ കാണുന്നുണ്ട്. അച്ഛേ അമ്മ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. എന്തിനാ നമ്മുടെ കുഞ്ഞുമനെ മാത്രം ദൈവം തിരിച്ചെടുത്ത്? എന്തിനാ നമ്മളെ മാത്രം സങ്കടപ്പെടുത്തുന്നത്? വല്യച്ചിക്ക് കുഞ്ഞാവെ കൊന്നല്ലോ. അത് നമ്മുടെ കുഞ്ഞാവയായിരുന്നു.
ദൈവത്തിന് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ടാ. കുഞ്ഞോനെ ദൈവം ഇഷ്ടപ്പെടണ്ടായിരുന്നു മനുഷ്യ, ഇഷ്ടപ്പെടണ്ടായിരുന്നു. നമുക്ക് മാത്രം ഇഷ്ടപ്പെടാനല്ല നമ്മുടെ കുഞ്ഞോനെ, നമുക്ക് മാത്രം ഒരുക്കിക്കൊണ്ട് നടക്കാനല്ലേ നമ്മുടെ കുഞ്ഞോനെ, അല്ലേ? ദൈവം എനിക്ക് ബുദ്ധി തന്നില്ല, എനിക്ക് പഠിത്തം തന്നില്ല. എന്റെ അച്ഛയെ കൊണ്ടുപോയി, എന്റെ അമ്മയെ കൊണ്ടുപോയി. ഇപ്പൊ എന്റെ കുഞ്ഞുവനെ തന്നില്ല. തരാന്ന് പറഞ്ഞ് കൊടിപ്പിച്ചിട്ട് എന്റെ കുഞ്ഞിനെ കൊണ്ടുപോയി. കുട്ടു, ഇങ്ങനെ സങ്കടപ്പെടല്ലേ കുട്ടു. കുട്ടുവിന് സ്നേഹിക്കാനും ലാളിക്കാനും കൂടിയാ വല്യച്ഛക്ക് ഒരു കുഞ്ഞുവാവെ ദൈവം തന്നത്. ആ കുഞ്ഞിനെ കുട്ടു ഇഷ്ടപ്പെടണം, സ്നേഹിക്കണം. ഇല്ല ഇല്ല ഇല്ല, എന്റെ കുഞ്ഞുവിനെ അല്ലാതെ ഞാൻ ആരെ സ്നേഹിക്കത്തില്ല, ആരെ എടുക്കത്തില്ല. കൊല്ലും ഞാൻ. എന്റെ കൈ കിട്ടിയാനെ എടുത്തെടുത്ത് കൊല്ലും ഞാൻ. കൂട്ടുപിശാച് അത് വന്നോണ്ടാ എന്റെ കുഞ്ഞുവിനെ ദൈവം കൊണ്ടുപോയത്. പറയുന്ന കേക്ക് കുട്ടു. കുഞ്ഞിനെയും കൊണ്ട് വന്നേക്കോ കാണിച്ചാൻ. ഇങ്ങ് കൊണ്ടുവാ. എനിക്കറിയാം എന്ത് ചെയ്യണോന്ന്, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. എനിക്കറിയാം കൊല്ലും ഞാൻ, എനിക്കറിയാം. ബാലേട്ടാ, ഞാൻ ചെയ്തോളാം ഇതൊക്കെ. ഇപ്പൊ നിനക്ക് തുണി അലക്കാറൊന്നും ആയിട്ടില്ലല്ലോ. എന്റെ ഡ്രസ്സ് ഞാൻ അലക്കിന്ന് വെച്ചേ ആകാശം ഇടിഞ്ഞ് വീഴത്തൊന്നുമില്ല. ആകാശം ഇടിഞ്ഞ് വീഴുന്ന പോലുള്ള ഒരു തോന്നല് എനിക്കൊന്നുണ്ടായി ബാലേട്ടാ. എന്തു പറ്റി അങ്ങനെ ഒരു തോന്നല് നിനക്കുണ്ടാവാൻ? ഞാനെന്താ വേറൊരു പെണ്ണ് കെട്ടാൻ പോകുന്നത് നീ കേട്ടോ? അങ്ങനെ ആരെങ്കിലും പറഞ്ഞോ? ബാലേട്ടന് പിന്നെ പെണ്ണുകെട്ടൽ മാത്രമാണല്ലോ ജോലിയല്ലേ? സീതേ, ചില തമാശകൾ പറഞ്ഞാ അതെന്റെ നെഞ്ചിക്കൊള്ളും, അത് ഓർമ്മ വേണം. ബാലേട്ടന്റെ പറച്ചില് കേട്ടാ ഞാനാ ഇത് തുടങ്ങി വെച്ചേന്ന് തോന്നുമല്ലോ. ഞാൻ പറഞ്ഞത് ഇതൊന്നും അല്ല. അതെന്താണെന്നാ നിന്നോട് ചോദിച്ചത്. ബാലേട്ടാ, ഞാൻ കളിയായിട്ട് പറയുന്നതല്ല, വളരെ സീരിയസ് ആയിട്ട് പറയുവാ കേട്ടോ. എനിക്ക് നല്ല പേടിയുണ്ട്. എന്താണെന്ന് പറയേ. പണ്ട് കലമോള് പറഞ്ഞതുപോലെ വയലോരം വീട് പ്രേതങ്ങളുള്ള വീടാണെന്ന് കരുതിയിട്ടാണോ പേടിക്കുന്നത്? അതൊന്നും അല്ല. പിന്നെന്താ? കുട്ടിമണിയുടെ ഭാവം കണ്ടിട്ടാ എനിക്ക് പേടി. കുട്ടിമണിയുടെ ഭാവം കണ്ടിട്ട് നീ എന്തിനാ പേടിക്കുന്നത്? കുട്ടിമണിയുടെ മുഖത്തെ ഭാവം വെറുതെ ഒരു ഭാവമല്ല. കുട്ടിമണിയുടെ മനസ്സിലെ തോന്നൽ, ചിന്ത, ദേഷ്യം, പക, അതൊക്കെ കുട്ടിമണിയുടെ മുഖത്ത് നമുക്ക് കാണാം. നീ എന്തൊക്കെയാ സീതയെ പറയുന്നത്? നിന്റെ കുഴപ്പം എന്താ? അത് തെളിച്ചു പറ. എനിക്കൊരു കുഴപ്പവും ഉണ്ടായിട്ടല്ല ബാലേട്ടാ ഞാൻ ഈ പറയുന്നേ. കുഞ്ഞിനെ കാണിച്ചപ്പോ കുട്ടിമണിയുടെ കണ്ണുകളിലുണ്ടായ തീ കണ്ടോ ബാലേട്ടൻ? നിന്ന നിപ്പി കത്തിക്കരിഞ്ഞു പോയെന്ന് കരുതി ഞാൻ. ഞാൻ കുട്ടിമണിയുടെ കണ്ണിൽ ഒരു തീയും കണ്ടില്ല. കുഞ്ഞിനെ കാണാനായിട്ട് കൊണ്ടുപോയി കൊടുത്തു. കുട്ടിമണി കുഞ്ഞിനെ കാണണ്ടെന്ന് പറഞ്ഞു. അത് കെട്ടിച്ചമച്ച് നീ ഇത്ര വലിയ സംഭവമാക്കണ്ട. ഞാൻ കെട്ടിച്ചമച്ചതോ വലിയ സംഭവമാക്കി പറഞ്ഞതോ ഒന്നും അല്ല. കുഞ്ഞിനെ കാണണ്ടെന്ന് കുട്ടിമണി പറഞ്ഞപ്പോ കുട്ടിമണിയുടെ ഭാവം ബാലേട്ടൻ ശ്രദ്ധിക്കണമായിരുന്നു. ഒരു വലിയ ശത്രുവിനെ കാണുന്നത് പോലെയാ കുട്ടിമണി നമ്മുടെ കുഞ്ഞിനെ നോക്കിയത്. നീ വേണ്ടാതിനെ പറയരുത് കേട്ടോ. ഈ നനഞ്ഞ തുണി കൊണ്ട് മോന്തക്കെട്ട് തരിഞ്ഞാൻ. ഇതാ ഞാൻ ബാലേട്ടനോടൊന്നും പറയാത്തത്. ബാലേട്ടനോട് എന്ത് പറഞ്ഞാലും ബാലേട്ടൻ എടുത്തിയാട്ടവും ബഹളവും വഴക്കുവാ. ബാലേട്ടാ, ഞാൻ ചുമ്മാ പറയുന്നതല്ല. ബാലേട്ടൻ അറിയാലോ, ഈ വീട്ടിൽ കുട്ടിമണിക്ക് വേണ്ടി എന്തിനും ഏതിനും കൂടെ നിന്നിട്ടുള്ള ആളാ ഞാൻ. കുട്ടിമണിയുടെ നന്മയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിട്ടുള്ളവളാ ഞാൻ.
കുട്ടിമണി നന്നായി ജീവിക്കണം, അവൾക്ക് നല്ല ലോകപരിചയവും വിവരവും ഉണ്ടാവണമെന്നൊക്കെ കരുതിയവളാ ഞാൻ. കുട്ടിമണിയെ അക്ഷരം പഠിപ്പിക്കാൻ വയലോരം വീടിന്റെ വരാന്തയിൽ ഒരു ബോർഡ് വെച്ച് അവളുടെ ടീച്ചറായവളാ ഞാൻ. അവൾക്ക് വേണ്ടി അങ്ങനെയൊക്കെ ചെയ്ത ഞാൻ എന്തെങ്കിലും പറയുമ്പോ അതിൽ കാര്യം ഉണ്ടാവുമെന്ന് ബാലേട്ടനൊന്ന് ചിന്തിക്കണം. സീതേ, സത്യമായിട്ട് നീ പറഞ്ഞ ഒരു ഭാവമാറ്റം ഞാൻ കണ്ടില്ല. ബാലേട്ടൻ കാണണം, ബാലേട്ടൻ ശ്രദ്ധിക്കണം. കുട്ടിമണിക്ക് എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട്. നമ്മുടെ കുഞ്ഞിനെ കാണിച്ചപ്പോൾ മുഖം വെട്ടിത്തിരിച്ചത് നമ്മുടെ ആ പഴയ കുട്ടിമണി അല്ല. ഞാൻ കരുതിയത് നമ്മുടെ കുഞ്ഞിനെ കാണുമ്പോൾ എന്റെ കുട്ടാപ്പൂന്നോ എന്റെ പൊന്നുമോളെന്നോ വിളിച്ച് ഓടി വന്ന് വാരിയെടുത്ത് നെഞ്ചോട് ചേർക്കുന്ന ആ കുട്ടിമണിയാ. പക്ഷേ നമ്മൾ ആ കുട്ടിമണിയെ അല്ലല്ലോ ബാലേട്ട കണ്ടത്. ഒരു പ്രതിയോഗിയെ കാണുന്ന പോലെ, ഒരു എതിരാളിയെ കാണുന്ന പോലെയാ കുട്ടിമണി നമ്മുടെ കുഞ്ഞിനെ നോക്കിയത്. ഒരുപക്ഷെ സ്വന്തം കുഞ്ഞിനെ നഷ്ടപ്പെട്ട വേദനയാകാം. നിർത്ത് സീതേ, നിന്റെ അമ്മയും അമ്മാമ്മയും പറഞ്ഞു പോയി ഇല്ലാ കഥ എന്റെ കുട്ടിമണിയുടെ പുറത്ത് ആരോപിക്കുകയാണോ നീ? കുട്ടിമണിക്ക് പക പോലും, കുട്ടിമണി പ്രതിയോഗിയായിട്ട് കണ്ടുപോലും. പറയുന്ന കാര്യത്തിൽ ഒരു അടിസ്ഥാനം വേണം സീതേ. നിന്നിൽ നിന്ന് ഞാൻ ഇതൊന്നും അല്ല പ്രതീക്ഷിക്കുന്നത്. ബാലേട്ട, ഞാൻ പറയുന്നത് ഒരു ചുക്കും പറയണ്ട. നീ ഈ പറഞ്ഞ തീയും പുകയൊക്കെ ഞാൻ കുട്ടിമണിയുടെ കണ്ണി കാണട്ടെ, അതിനുശേഷം ഞാൻ പറയാം. വയലോരം വീട്ടിലെ കുട്ടിമണിക്ക്, അതായത് എന്റെ ഒരേ ഒരു പെങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന് പറഞ്ഞത് മനസ്സിലായോ? അതുവരെ എന്റെ കുഞ്ഞിനെ മുന്നിൽ നിർത്തി എന്റെ പെങ്ങളുമായിട്ടൊരു കുത്തിത്തിരിപ്പുണ്ടാക്കാൻ സീത ബുദ്ധിമുട്ടുണ്ട. ഈ ഉപദേശിച്ചെന്ന ബുദ്ധി ആരുടേതാണെങ്കിലും അതൊരു പെട്ടിയിലാക്കി അടച്ചു സൂക്ഷിച്ചു. വയലോരം വീട്ടിലെ ബാലന്റെ അടുത്ത് എടുക്കണ്ട, അത് വിലപ്പോവില്ല. നീ ഒന്നും പറയണ്ടെന്ന് പറഞ്ഞില്ലേ? അല്ല, ഇതെന്താലോചിച്ച് നിക്കുവാ? അന്തം വിട്ട് കുന്തം വിഴുങ്ങിയ പോലത്തെ നിൽപ്പാണല്ലോ. കുന്തം കൊണ്ട് ചങ്കു മുറിഞ്ഞോ? കലമോൾക്കിപ്പോ എന്താ അറിയേണ്ടത്? അല്ല, ഈ നിൽപ്പ് കണ്ടിട്ട് ചോദിച്ചെന്നേ ഉള്ളൂ. നത്തിങ് ഒഫീഷ്യൽ അബൌട്ട് ഇറ്റ്. എനിക്കൊരു കുന്തോ ഇല്ല. പിന്നെ കുന്തം. ബാലേട്ടനുമായിട്ട് സംസാരിക്കുന്നതൊക്കെ ഞാൻ കേട്ടായിരുന്നു സീതയെടുത്തി. എന്ത് കേട്ടെന്ന്? ചുമ്മാ പൊട്ടം കളിക്കല്ലേ സീതയെടുത്തി. സീതയെടുത്തിയുടെ മനസ്സിലിപ്പോ കുട്ടിമണി ഒരു വലിയ ഭീകരജീവിയാണല്ലേ. സ്വന്തം കുഞ്ഞിനെ ഏത് നിമിഷവും കഴുത്ത് ഞെരിച്ചു കൊല്ലാനോ അല്ലെങ്കിൽ കഴുത്ത് ഞെരിച്ച് ചോര കുടിക്കാനോ നിൽക്കുന്ന ഒരു ഭീകരജീവി, ശരിയല്ലേ? കലമോളെ, ആവശ്യമില്ലാത്തത് പറയരുത്. കുട്ടിമണിയെ ഞാൻ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. അങ്ങനെ കണ്ടിട്ടില്ല, ഇങ്ങനെ കണ്ടിട്ടില്ല എന്നൊന്നും എന്നോട് പറയല്ലേ സീതയെടുത്തി. സീതയെടുത്തി കണ്ടാലും ഇല്ലെങ്കിലും അത് സത്യം തന്നെ. എന്താ എന്താ കലമോള് പറയുന്നത്? കലമോള് പറയാനുള്ളതൊക്കെ പറയും, അതെന്റെ ശീലമാ. സീതയെടുത്തിയുടെ ഭയം ശരി തന്നെ. കുട്ടിമണിക്ക് ഭ്രാന്ത, മുഴുഭ്രാന്ത്. കലമോളെ, ആവശ്യമില്ലാത്തത് പറയരുത്. ആവശ്യമില്ലാത്തതല്ല, ആവശ്യമുള്ളത് തന്നെ. സ്വന്തം കുഞ്ഞിനെ കാലം കൊണ്ടു പോകുന്നത് കണ്ടിട്ട് ഭ്രാന്ത് പിടിച്ചു പോയ പാവ അമ്മ. ഓർക്കുമ്പോ എനിക്ക് സങ്കടമല്ല, ചിരിയാ വരുന്നത്. പൊട്ടിക്ക് ഒരു കുട്ടിയെ കിട്ടാഞ്ഞിട്ടല്ലായിരുന്നോ? എന്തിന്? അവക്കതിനെ കിണറ്റി കൊണ്ടിട്ട് ആഴം നോക്കാനോ? അതോ ബക്കറ്റി മുക്കി പിടിച്ച് കുമിള വരുത്തി കളിക്കാനോ? അല്ല, അവക്ക് ഈ പറഞ്ഞതൊക്കെ ചെയ്യാനേ സീതയെടുത്തിയുടെ കുട്ടി ഉണ്ടല്ലോ. കലമോളെ, ആവശ്യമില്ലാത്തത് പറഞ്ഞ് എന്നെ പേടിപ്പിക്കരുത് കേട്ടോ. സീതയെടുത്തി പേടിക്കണം. സീതയെടുത്തി കണ്ണിമ ചിമ്മാതെ കാവലിരിക്കണം സ്വന്തം കുഞ്ഞിന്റെ ജീവന്. ഇപ്പൊ കുട്ടിമണിയുടെ മനസ്സിലുള്ള എന്താണെന്നറിയാമോ? വൈരാഗ്യമാണ്, ഒടുങ്ങാത്ത വൈരാഗ്യം. അവൾക്ക് കുഞ്ഞിനെ ദൈവം കൊടുത്തില്ല, സീതയെടുത്തിക്ക് തന്നു. അതവൾക്ക് ഇഷ്ടപ്പെടുവോ? അതിനെ നന്നായി സുഖമായി വളർത്താൻ അവൾ സമ്മതിക്കൂ? ഇല്ല ഇല്ല ഇല്ല. അത് സീതയെടുത്തി കുട്ടിമണിയോട് എത്ര ഇഷ്ടം കാണിച്ചു എന്ന് പറഞ്ഞാലും സീതയെടുത്തി പ്രസവിച്ച കുഞ്ഞ് ഈ വീട്ടിൽ വളരാൻ അവള് സമ്മതിക്കത്തില്ല. അവള് കൊല്ലും അതിന്. കലമോളെ, സീതയെടുത്തി കലമോളെ എന്നും കലമാനെന്നൊന്നും വിളിച്ചിട്ട് ഒരു കാര്യമില്ല.
സീതയിടത്തിയുടെ കണ്ണൊന്ന് പാളിയ, നോട്ടം ഒന്ന് തെറ്റിയ, കണ്ണിന്റെ ഇമ ഒന്ന് അടഞ്ഞ, കുഞ്ഞിനെ തൂക്കി എടുത്തുകൊണ്ട് വന്ന് അവൾ ഈ കിണറ്റിലിടും. ഇല്ല, അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല. അങ്ങനെ സംഭവിക്കാതിരിക്കാനുള്ള ഒരു മുന്നറിയിപ്പായിട്ട് കണ്ടാ മതി. ഇനി അഥവാ അവൾ അതിനെ കിണറ്റിക്കൊണ്ടിടുകയോ അടുപ്പിക്കൊണ്ടുവെക്കുകയോ കടിച്ചു കൊല്ലുകയോ കഴുത്ത് ഞെരിച്ചു കൊല്ലുകയോ എന്താണ് ചെയ്യുന്നതെന്ന് മാത്രം ചിന്തിച്ചാ മതി. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, കുഞ്ഞിന്റെ ജീവൻ പോവും. ഇല്ല ഇല്ല, എന്റെ കുഞ്ഞിനെ അങ്ങനെ ആർക്കും കൊല്ലാനൊന്നും വിട്ടുകൊടുക്കില്ല. സീതയെടുത്ത് എന്തിന് വിട്ടുകൊടുക്കണം? അവള് കൈനീട്ടി എടുത്തോളൂല്ലോ. സീതയെടുത്തി കുട്ടിമണിയെ പൊന്നേ തേനേ ചക്കരേന്ന് പറഞ്ഞ് മതികലക്കെതിരായി തിരിച്ചു വിട്ടവളാണ് സീതയെടുത്തി. ഇപ്പൊ അവളെ ആയുധം എടുക്കാനും ആളുകൾക്കെതിരെ തിരിഞ്ഞു നിൽക്കാനും പഠിപ്പിച്ച സീതയെടുത്തി അവള് കാരണം സ്വന്തം കുഞ്ഞിന്റെ ജീവൻ പോവൂന്നോർത്ത് ഭയന്ന് ജീവിക്കുന്നു. പണ്ടാരോ ഭസ്മാസുരന് വരം കൊടുത്തിട്ട് ലോകം മുഴുവൻ കിടന്ന് ഓടിയല്ലോ, എന്നെ കൊല്ലല്ലേ കൊല്ലല്ലേ എന്ന് പറഞ്ഞ്. ഏതാണ്ട് അതേ അവസ്ഥ തന്നെയായിപ്പോ. എന്തായാലും സീതയെടുത്തി എല്ലാ ദൈവങ്ങളുടെയും കാൽക്കുലൊന്ന് മുറുകെ പിടിച്ചു. സീതയെടുത്തിയുടെ കുഞ്ഞിന്റെ ആയുസ് പോവാതിരിക്കാൻ കരഞ്ഞ് കാല് പിടിച്ച് പ്രാർത്ഥിക്കും. പിന്നെ അച്ഛനെ കൊന്നവളാ കിണറ്റി തള്ളിയിട്ട്, അമ്മയെയും കൊന്നവളാ മുഖത്ത് തലയിണ വെച്ച്. ആ അവൾക്കാണോ സീതയെടുത്തി 30 ദിവസം പോലും തികയാത്ത ഒരു കുഞ്ഞിനെ കൊല്ലാൻ പാട്? ചുമ്മാ നഖത്തിന്റെ ഇടയിൽ വെച്ച് തേനിനെ കൊല്ലുന്ന ലാഘവത്തോടെ അവൾ അതങ്ങ് ചെയ്യും. അതുകൊണ്ട് എന്തു വേണമെന്ന് സീതയെടുത്തി ആലോചിച്ച് ചെയ്യ്. ഓക്കെ, തരാനുള്ള മുന്നറിയിപ്പ് ഞാൻ തന്നു. എനിക്കിതല്ലേ ചെയ്യാൻ പറ്റൂ. ശരിയെന്നാ. മനസ്സിജോ, അയ്യോടാ എന്തൊരു നോട്ടം! ഞാനിപ്പം ദഹിച്ചു പോയേനല്ലോ. മതിക്കിപ്പോ എന്താണ് വേണ്ടത്? ഓ, എന്നെ ഒറ്റയ്ക്ക് കാണുമ്പം എന്തൊരു ശൗര്യം! മതിക്ക് എന്താണ് വേണ്ടത്? അല്ലാത്തപ്പം കലയിടത്തി. അങ്ങനെ ഒരു കള്ളത്തരത്തിലാണല്ലോ ഈ കഥ തുടങ്ങി വെച്ചത്. അത് മാറ്റി വെച്ചിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് നിന്നെ വിളിക്കേണ്ടത് വിളിക്കാൻ എനിക്കറിയാഞ്ഞിട്ടല്ല. വിളിക്കും. എടാ, നിന്നോട് എനിക്ക് സഹതാപമുണ്ട്. പക്ഷെ നിന്റെ ഈ അഹങ്കാരം ഉണ്ടല്ലോ, മൂക്കോളം കണ്ണീരിൽ മുങ്ങി നിൽക്കുമ്പോഴും അതിനകത്ത് കിടന്ന് വെല്ലുവിളിക്കാൻ കാണിക്കുന്ന ധൈര്യം ഉണ്ടല്ലോ, അത് കാണുമ്പോഴാ എനിക്ക് നിന്നോടുള്ള പക വീണ്ടും ഇരട്ടിക്കുന്നത്. എടി മതികലേ, മാണിക്യമംഗലത്തെ ജലജകുമാരിയുടെ പുന്നാര മോളെ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഇതിനേക്കാൾ വലിയ സങ്കടക്കടൽ നീന്തി കടന്നു വന്നവനാ ഈ മനസ്സിജൻ. അതുകൊണ്ടേ ഇതിൽ നിന്നും ഞാൻ കരകയറും. അതിൽ നിനക്ക് സംശയമല്ലോ ഉണ്ടോ? പിന്നെ നീ കരകയറി, നീ പതച്ച് പതച്ച് ഇവിടെ കിടക്കും. അവസാനം നീ അതിൽ മുങ്ങി താണു പോവും. അതിനു മുമ്പ് മനോഹരമായ ഒരു കാഴ്ച കൂടി കാണാം. നിന്റെ കുഞ്ഞിന്റെ മരണമല്ലേ നീ അറിഞ്ഞിട്ടുള്ളൂ. ഇനി നീ നിന്റെ കുട്ടിമണി ഇല്ലാതാവുന്നത് കൂടി കാണും. ആറ്റുനോറ്റ് കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരുന്ന കുഞ്ഞു മരിച്ചതിന്റെ വിഷമത്തിലെ കുട്ടിമണി നീറി 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 ചേതലരിച്ചു പോകുന്നത് നീ നിന്റെ കണ്ണുകൊണ്ട് കാണും. അതുകൂടെ കണ്ടതിന് ശേഷം വേണം എനിക്ക് നിന്നോട് ചോദിക്കാൻ, മതികലയെ വഞ്ചിച്ച് മറുകണ്ഠം ചാടി പോയിട്ട് നീ എന്ത് നേടിയടാ മനസ്സിജാന്ന്? ആ, പിശാച്, യക്ഷി, രാക്ഷസി, കാട്ടാളത്തി, മൃഗം, കണ്ണിച്ചോരയില്ലാത്തവള്,
എന്നിങ്ങനെ ഒരുപാട് വിശേഷണങ്ങളും അതികളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഞാൻ കേട്ടതാടാ. ഇതൊക്കെ കേട്ട് ഞാൻ നന്നായി ആസ്വദിക്കുന്നുമുണ്ട്. പക്ഷേ നീ ഒന്ന് ചിന്തിക്കണം. നന്മയുടെ വിളനിലമായ നീയാണോ വിജയിച്ചിരിക്കുന്നത്, അതോ തിന്മയുടെ പര്യായമായ മതികലയാണോ എന്ന്? കണ്ണീരും ചോരയും വീണ് കറുത്തുപോയ യുദ്ധഭൂമിയാടാ മതികലയുടെ മനസ്സ്. അവിടെ ജയിക്കുന്നത് ഞാൻ മാത്രമായിരിക്കണം എന്നെനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് കളിക്കാവുന്ന ഏത് കളിയും ഞാൻ കളിക്കും. നീ എന്താ ഈ പറഞ്ഞത്? ഈ പറഞ്ഞതിന്റെ പിന്നിൽ എന്താ? കളിക്കാവുന്ന ഏത് കളിയും കളിക്കുന്നോ? അപ്പോ എന്റെ കുഞ്ഞിന്റെ മരണത്തിലും നിനക്കെന്തെങ്കിലും പങ്കുണ്ടോ?